നമസ്കാരം. ലോകത്തിന്റെ വിശ്വഗുരുവായി ഭാരതം ഉയർന്നു വരികയാണ്. ശത്രുക്കളെ വരച്ച വരയിൽ നിർത്തുന്ന ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രത്തിന്റെ കരുത്തിൽ മറ്റു രാജ്യങ്ങൾ ഇതിനോടകം താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതെ, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കരുത്തും ആഗോളതലത്തിലുള്ള നയതന്ത്ര സ്വാധീനവും വിളിച്ചോതുന്ന ചരിത്രപരമായ ഒരു കുതിച്ചുചാട്ടത്തിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വിയറ്റ്നാമിലേക്കും അതുപോലെ ഇന്തോനേഷ്യയിലേക്കും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ കയറ്റുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ നീക്കം കേവലം ഒരു ആയുധ കച്ചവടം മാത്രമല്ല, മറിച്ച് വിശ്വഗുരു എന്ന പദവിയിലേക്കുള്ള ഭാരതത്തിന്റെ ദൃഢമായ ചുവടുവയ്പ്പാണ്. 450 മില്യൺ ഡോളറിലധികം മൂല്യം വരുന്ന ഈ വമ്പൻ കരാറുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ പ്രതിരോധ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന മുൻനിര രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദശകങ്ങൾ നീണ്ട സൗഹൃദത്തിന്റെ തിളക്കമാർന്ന അധ്യായമാണ് ഈ കരാറിന് ലഭിച്ച റഷ്യൻ പിന്തുണ. ഡിസംബർ 4-ന് മോസ്കോയിൽ വെച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും നടത്തിയ കൂടിക്കാഴ്ചയിൽ ബ്രഹ്മോസ് കയറ്റുമതിക്ക് റഷ്യ പൂർണ്ണ സമ്മതം മൂളിയത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. മിസൈലിന്റെ സംയുക്ത നിർമ്മാതാക്കളായ റഷ്യയിൽ നിന്നുള്ള എതിർപ്പില്ലാത്ത സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന കാര്യവും തീർച്ചയായിരിക്കുന്നു. ഇത് ദക്ഷിണേഷ്യൻ മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ മേധാവിത്വം ഉറപ്പാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി മാറും. ഈ കരാർ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ന് ലോകോത്തരമാണ് എന്നതാണ് ആ സത്യം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് സ്വന്തമാക്കാൻ വിദേശ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും നിർമ്മാണ യൂണിറ്റുകളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ രംഗത്ത് നാം കൈവരിച്ച സ്വയം പര്യാപ്തതയുടെ സാക്ഷ്യപത്രമാണിത്. വിയറ്റ്നാമിനും ഇന്തോനേഷ്യയ്ക്കും ഈ മിസൈലുകൾ കൈമാറുന്നതിലൂടെ ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം. ഭാരതത്തിന്റെ ഈ വമ്പൻ കുതിച്ചുചാട്ടം അയൽരാജ്യങ്ങളെയും അതുപോലെ തന്നെ ആഗോള ശക്തികളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സാമ്പത്തികമായും സൈനികമായും ഇന്ത്യ കൈവരിക്കുന്ന ഈ നേട്ടം വരും ദശകങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണയിക്കുമെന്നതിലും ഒരു സംശയവും വേണ്ട. പ്രതിരോധ കയറ്റുമതിയിലൂടെ വിദേശ നാണ്യം നേടുന്നതിനോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വിശ്വസ്തതയും സ്വാധീനവും വർദ്ധിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യം തന്നെ. കരുത്തുറ്റ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ ഒരു ആഗോള പ്രതിരോധ ഹബ്ബായി മാറുന്ന കാഴ്ചയ്ക്കാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മേഖലയിൽ ബ്രഹ്മോസ് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്തിൽ ഭാരതം വികസിപ്പിച്ചെടുത്ത മറ്റ് അത്യാധുനിക ആയുധങ്ങൾക്കും ഇന്ന് ആഗോള വിപണിയിൽ ആവശ്യക്കാരേറി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ. ഭാരം കുറഞ്ഞതും എന്നാൽ അതിവേഗതയുള്ളതുമായ തേജസ് വാങ്ങാൻ മലേഷ്യ, അതുപോലെ അർജന്റീന, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ വലിയ താല്പര്യമാണ് ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കുറഞ്ഞ ചെലവിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തേജസ് ആഗോളതലത്തിൽ അമേരിക്കൻ, ചൈനീസ് വിമാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇതിനോടകം തന്നെ ഉയർത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന നേട്ടം ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം തന്നെയാണ്. ആകാശത്ത് നിന്നുള്ള ശത്രുക്കളെ തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം സ്വന്തമാക്കാൻ ഫിലിപ്പീൻസ്, അതുപോലെ അർമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. കൂടാതെ തദ്ദേശീയമായി നിർമ്മിച്ച പിനാക മൾട്ടി ബാരറ്റ് റോക്കറ്റ് ലോഞ്ചറുകളും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അർമേനിയയുമായുള്ള കരാറിലൂടെ പിനാക്കയുടെ കരുത്ത് അന്താരാഷ്ട്ര തലത്തിൽ തെളിയിക്കപ്പെട്ടും കഴിഞ്ഞു. ഇത് ഇന്ത്യയുടെ ആയുധ നിർമ്മാണ മേഖലയുടെ വിശ്വാസ്യതയാണ് വർദ്ധിപ്പിച്ചത്. നാവികസേനയുടെ കാര്യമെടുത്താൽ ഇന്ത്യ നിർമ്മിക്കുന്ന നിരീക്ഷണ കപ്പലുകൾക്കും പെട്രോൾ ബോട്ടുകൾക്കും വിയറ്റ്നാം, മൗറീഷ്യസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ ആവശ്യക്കാർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെറും 10 വർഷം മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമായിരുന്ന ഇന്ത്യ ഇന്ന് 85-ലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നു എന്നത് വിസ്മയകരമായ മാറ്റമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ 21,000 കോടി രൂപ കടന്നത് ഈ മേഖലയിലെ കുതിച്ചുചാട്ടത്തിന്റെ തെളിവ് തന്നെ. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ. ഉത്തർപ്രദേശിലും അതുപോലെ തമിഴ്നാട്ടിലുമായി സ്ഥാപിച്ചിട്ടുള്ള ഈ 2 ഇടനാഴികൾ ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത്. ഈ ഇടനാഴികൾ വഴി ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ വലിയ വ്യവസായ ശൃംഖലകളും സ്റ്റാർട്ടപ്പുകളും ഒരേ കുടക്കീഴിൽ വരികയും തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ അതിവേഗം വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ആയുധ ഇറക്കുമതിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകിയിരുന്ന കോടിക്കണക്കിന് രൂപ
രാജ്യത്തിനകത്ത് തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന കാര്യവുമാണ്. സാമ്പത്തികമായി നോക്കിയാൽ പ്രതിരോധ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കുന്നതിന് വലിയ സംഭാവനയാണ് നൽകുന്നത് എന്ന് കാണാം. 24-25 കാലയളവിൽ 21,000 കോടി രൂപയുടെ കയറ്റുമതി ലക്ഷ്യം കൈവരിച്ചതിലൂടെ ആഗോള ആയുധ വിപണിയിലെ വിശ്വസ്തരായ പങ്കാളിയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇത് രാജ്യത്ത് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുപോലെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വലിയ ഉണർവ് നൽകുന്നതിനും കാരണമായിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലെ ഈ വൻ കുതിപ്പ് കേവലം സൈനിക ശക്തി മാത്രമല്ല, ഇന്ത്യയുടെ GDP വളർച്ചയുടെ ഒരു പ്രധാന എഞ്ചിൻ കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കൂടാതെ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിച്ചതും അതുപോലെ ടാറ്റ, അദാനി, L&T തുടങ്ങിയ വമ്പൻ കമ്പനികൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇത് ആഗോളതലത്തിലുള്ള മത്സരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ബ്രഹ്മോസും തേജസും പോലുള്ള ആയുധങ്ങൾ വിദേശ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇന്ത്യയുടെ വ്യവസായ സൗഹൃദ നയങ്ങളുടെയും അതുപോലെ സാങ്കേതിക മികവിന്റെയും വിജയമായിട്ട് തന്നെയാണ് ലോകം നോക്കിക്കാണുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ്. ശത്രുവിന്റെ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ശേഷിയുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയോടെ ഇന്ത്യ വികസിപ്പിക്കുന്ന ഈ വിമാനം ലോകത്തിലെ അതിശക്തമായ വായുസേനകളുടെ പട്ടികയിലേക്ക് ഇന്ത്യയെ എത്തിക്കുമെന്ന കാര്യം തീർച്ചയാക്കി. അമേരിക്കയുടെ F-22, F-35 വിമാനങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. നിലവിൽ ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സാങ്കേതിക വിദ്യ സ്വന്തമായിട്ടുള്ളൂ എന്നത് ഈ പദ്ധതിയുടെ ഇന്ത്യൻ പ്രാധാന്യമാണ് വർദ്ധിപ്പിക്കുന്നത്. സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ വലിയ വ്യക്തതയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 24-25 കാലയളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 21,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി നേട്ടം കൈവരിച്ച നമ്മുടെ രാജ്യം 28-29 ആകുമ്പോഴേക്ക് ഇത് 50,000 കോടി രൂപയായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി ആഗോള വിപണിയിൽ ബ്രഹ്മോസ്, തേജസ് എന്നിവയ്ക്ക് പുറമെ ആകാശും ധ്രുവ് ഹെലികോപ്റ്ററുകളും വൻതോതിൽ വിപണനം ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിന് വലിയ കരുത്ത് പകരുന്നതിനോടൊപ്പം തന്നെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ചൈനയ്ക്കുള്ള മേധാവിത്വം മറികടക്കാനും ഇന്ത്യയെ സഹായിക്കും. മറ്റു രാജ്യങ്ങളെല്ലാം വളരെ അസൂയോടെയാണ് ഇന്ത്യയുടെ ഇത്തരം നേട്ടങ്ങളെ നോക്കിക്കാണുന്നത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള DRDO ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവയിൽ അധിഷ്ഠിതമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. യുദ്ധഭൂമിയിൽ മനുഷ്യ സഹായമില്ലാതെ തന്നെ ശത്രുക്കളെ നേരിടാൻ ശേഷിയുള്ള ഡ്രോണുകളും സൈബർ സുരക്ഷാ സംവിധാനങ്ങളും വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ കവചത്തെ കൂടുതൽ അജയ്യമാക്കും. ഈ കുതിച്ചുചാട്ടം ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റുന്നതിലും ഏറെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഡ്രോൺ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ സമുദ്ര സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയാണ്. യുദ്ധമുഖങ്ങളിൽ മനുഷ്യജീവൻ അപകടത്തിലാക്കാതെ തന്നെ ശത്രുക്കളെ നിരീക്ഷിക്കാനും ആക്രമിക്കാനും ശേഷിയുള്ള ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ വലിയ മുന്നേറ്റം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. DRDO വികസിച്ച തപസ് ഡ്രോണുകൾ ദീർഘനേരം ആകാശത്ത് തങ്ങി നിന്ന് നിരീക്ഷണം നടത്താൻ പ്രാപ്തിയുള്ളവരാണ്. ഇതിനു പുറമെ ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ആക്രമണം നടത്താൻ കഴിയുന്ന സ്റ്റെൽത്ത് ഡ്രോണായ ഘടക് ഇന്ത്യയുടെ ഭാവി യുദ്ധതന്ത്രങ്ങളിൽ ഏറെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്യും. സമുദ്ര അതിർത്തികളിൽ ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പാക്കുന്നത് നമ്മുടെ വിമാനവാഹിനി കപ്പലുകളാണ്. തദ്ദേശീയമായി നിർമ്മിച്ച INS വിക്രാന്ത് ഇന്ത്യയുടെ അഭിമാനമാണ്. ഇതോടെ വിമാനവാഹിനി കപ്പലുകൾ സ്വന്തമായി നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. ചൈനയുടെ കടന്നുകയറ്റങ്ങളെ തടയാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ INS വിക്രമാദിത്യക്കൊപ്പം വിക്രാന്ത് കാവൽ നിൽക്കുന്നുണ്ട്. 3ാമതൊരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ രാജ്യം. ഇന്ത്യയുടെ നാവിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ മുങ്ങിക്കപ്പലുകൾക്കും വലിയ പങ്കുണ്ട് കേട്ടോ. ആണവോർജത്താൽ പ്രവർത്തിക്കുന്നതും മിസൈലുകൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ളതുമായിട്ടുള്ള അരിഹിന്ദ് ക്ലാസ് മുങ്ങിക്കപ്പലുകൾ ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിന്റെ പ്രധാന ഭാഗം തന്നെയാണ്. കടലിനടിയിൽ നിന്ന് ശത്രുരാജ്യങ്ങളുടെ നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ അജയ്യമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകവുമാണ്. എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും അത് വാങ്ങാനുള്ള ആളുകളും വർദ്ധിക്കുമ്പോൾ നമ്മുടെ രാജ്യം വലിയ കുതിപ്പിലേക്കാണ് കടന്നു പോകുന്നത് എന്ന സത്യം നമ്മൾ ഓരോരുത്തർക്കും അഭിമാനകരമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയായാലും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.